അതുകൊണ്ട് ഇത് ഞാൻ ആവശ്യപ്പെടുന്നതിന് മുൻപ് എനിക്ക് നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മാത്രമല്ല, ഷിമയോനെ തന്നെ സഹിക്കാൻ പാടാണ്. അപ്പോ വേവലാതിയുള്ള ഷിമയോന്റെ കൂടെ ഞാൻ യാത്ര ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാനും അത് ആഗ്രഹിക്കുന്നില്ല. പനി കൂടിയിട്ടുണ്ട്. അമ്മയുടെ നെറ്റിയിൽ തൊടുമ്പോൾ എന്റെ കൈ പൊള്ളും. നമുക്കെന്നാ ഒരു വൈദ്യനെ വിളിക്കാം. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ആരാണ്? ഇതാണ് നസ്രയനായ യേശു. അമ്മ ഇതിനു മുമ്പ് ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. എന്റെ മരുമകന്റെ വീട്ടിലേക്ക് സ്വാഗതം. നന്ദിയുണ്ട്. അല്ല, ഞാനിപ്പോ എന്താ ഇവിടെ കിടക്കുന്നേ? അതെ, അമ്മയ്ക്ക് നല്ല പനിയായിരുന്നു. എന്നിട്ട് എല്ലാവരും ഇവിടെ നോക്കി നിൽക്കുവാണോ? അമ്മേ വേണ്ട, ആരും പോവരുതേ. ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് ഇപ്പൊ വരാം. അന്ത്രയോസേ, മോനെ, നീ വന്നീ തീ ഒന്ന് കത്തിച്ചു തന്നേ. ദാ വരുന്നു. എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. ഇവിടെ വെണ്ണയും ധാന്യവും ഉണ്ട്, മാതള നാരങ്ങയും ആട്ടിൻ പാൽക്കട്ടി. കൂട്ടുകാരന് ആട്ടിൻ പാൽക്കട്ടി ഇഷ്ടമാണോ? അതെ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാനെന്നാ അങ്ങോട്ട്. ശരി, ഞാൻ പോയെന്നാ ആ പാൽക്കട്ടി എന്തായെന്ന് നോക്കിയിട്ട് വരാം. നിനക്ക് നന്ദി. എന്നോടോ? എന്തിന്? അദ്ദേഹത്തെ അനുസരിച്ച് അനുഗമിക്കുന്നതിന്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് വന്നേ. ശിമയോനെ, അമ്പഴം വേണോ ആപ്പിള് വേണോ? യേശുവേ, എന്റെ ഒരേ ഒരു മകളാണ്, അവളെ രക്ഷിക്കണമേ. നാഥ, കരുണ കാണിക്കണമേ. അവൾക്ക് 12 വയസ്സേ ഉള്ളൂ, മരിക്കാറായിരിക്കുന്നു. ദയവായി എന്റെ കൂടെ വരണമേ. യായിറോസേ, ഒന്ന് നിൽക്കൂ. യേശുവേ, നിന്റെ മകൾ മരിച്ചുപോയി. ഗുരുവിനെ ഇനിയും പ്രയാസപ്പെടുത്തണ്ട. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നാൽ നിന്റെ മകൾ രക്ഷപ്പെടും. നിങ്ങൾ കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മകളെ, എഴുന്നേൽക്കൂ. അവൾക്ക് ഭക്ഷണം കൊടുക്കൂ. നോക്കൂ, സംഭവിച്ചതൊന്നും ആരും അറിയണ്ട.